BYD ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാഹനമാണ് BYD സീൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് വരുന്നൊരു വാഹനമാണ്. ഇതിന് മുമ്പ് തന്നെ നമ്മുടെ E6ഉം അതുപോലെ തന്നെ BYD ആറ്റോയും നമ്മൾ കണ്ടതാണ്. ഈ BYD സീൽ കഴിഞ്ഞ മാസമാണ് ലോഞ്ച് ആകുന്നത്. കുറേ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ മുതൽ കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു വാഹനമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന കൊച്ചിയിലെ വൈറ്റിലെയുള്ള BYDയുടെ ഷോറൂമിലേക്കാണ്. അപ്പോൾ അവിടെ ഈ ഒരു വാഹനം കിടപ്പുണ്ട്. ഭയങ്കര രസമുള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ഭയങ്കര എയറോഡൈനമിക്കലായിട്ടുള്ള ഡിസൈൻ വരുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇവർ ഓരോ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ തീംസ് വയ്ക്കാറുണ്ട്. നമ്മൾ ആക്ച്വലി ആറ്റോയിലേക്ക് വന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെയാണ് ഒരു മ്യൂസിക് വിത്ത് ജിം എന്നൊക്കെയുള്ള ഒരു തീമിലാണ് വന്നത്. അതേപോലെ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഒരു ഓഷൻ എസ്തെറ്റിക്സ് ആണ് വരുന്നത്. അതായത് ഒരു കടലിനോട് സാമ്യമുള്ള ഒരു ഡിസൈനിലാണ് ഇവരിതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ BYD എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ്. ടെസ്ല പോലുള്ള വലിയ ജയൻസിന് ബാറ്ററി കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ ഇവർ 1995 നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററീസ് ഉണ്ടാക്കി തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇന്ന് ഇവർക്ക് ഇല്ലാത്ത വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് മെയിനായിട്ട് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈവൻ ട്രെയിൻ പോലും ഇവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ BYD നമുക്കറിയാം, ഒരു വാഹനം ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി കിട്ടുമോ എന്ന്. കാരണം ഒരുപാട് പൈസ മുടക്കി വാങ്ങിക്കുന്ന വാഹനങ്ങൾ തിരിച്ച് വിൽക്കാൻ നേരത്ത് ഭയങ്കര നഷ്ടമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സാധാരണ എല്ലാ വാഹന കമ്പനി ബ്രാൻഡുകളും കൊടുക്കുന്നത് 8 വർഷമൊക്കെ വാറണ്ടി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററൊക്കെയാണ് പറയുന്നത്. ഇവർ 8 വർഷവും 5 ലക്ഷം കിലോമീറ്ററാണ് കൊടുക്കുന്നത്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. ചൈനയിലൊക്കെ 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളുണ്ട്. അതായത് ബാറ്ററി മാറി വെക്കാതെ 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളുണ്ട്. അതായത് ഇവരുടെയാണ് പേറ്റന്റഡ് ആയിട്ടുള്ള ബ്ലേഡ് ടെക്നോളജി വരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു സെഡാനാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ വൈസ് ഒക്കെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ADAS ലെവൽ 2ൻ്റെ ക്യാമറാസ് നമുക്ക് അവിടെ കാണാൻ, IRൻ്റെ ക്യാമറയും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് റഡാസും വരുന്നുണ്ട്. ഇത് ഓട്ടോ റെയിൻ സെൻസിങ് ആയിട്ട് വരുന്ന വൈപ്പേഴ്സാണ്. അപ്പം ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഹുഡും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴുകി ഇറങ്ങിത്തക്ക രീതിയിലുള്ള ഹുഡും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. BYDയുടെ പുതിയ ലോഗോയാണ്. കാരണം ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു മുട്ടപ്പും പൊക്കമേ ഉള്ളൂ. അപ്പം ലൈക്ക് ഈ സ്പോർട്സ് കാറുകളൊക്കെ ആണല്ലോ നമ്മളിങ്ങനെ പൊതുവെ ഫെരാരി പോലുള്ള വാഹനങ്ങളൊക്കെയാണ് ഭയങ്കര ലോ എൻഡ് ബൂട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസൈനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ലൈറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ചേമ്പറിലായിട്ട് വരുന്ന ഷേപ്ഡ് ആയിട്ട് വരുന്ന ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു ഷേപ്ഡ് ആയിട്ട് വരുന്ന ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് മനോഹരമായിട്ടുള്ള ലൈക്ക് ഒരു പ്രൊജക്ടർ ലൈക്ക് LED ലാംപ്സ് ആണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് DRLൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നമ്മൾ ആറ്റോയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഡിസൈൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് വരുന്ന സമയത്ത് റിപ്പിൾ ലൈറ്റ്സ് ആണ് കേട്ടോ. റിപ്പിൾ ഇതെല്ലാം ലൈറ്റുകളാണ്. ഈ കാണുന്ന എല്ലാം ലൈറ്റുകളാണ്. അപ്പോൾ ഈ റിപ്പിൾ ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാലകളെയാണ് അവർ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ല, കടലിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് തിരമാലകളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ ബമ്പേഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിനൊരു കേർട്ടും കോബ്സും ഒക്കെ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ആ ബ്ലാക്ക് കളറിലേക്കാണ്. ഈ വാഹനം നമുക്ക് 4 കളേഴ്സിലാണ് കിട്ടുന്നത്. ഇതുകൊണ്ട് ഇതിന് വളരെ മനോഹരമായിട്ടൊരു കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു റഡാർ യൂണിറ്റും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ളത്. നമുക്കിനി സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള വീൽസാണ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് അലോയ് വീൽസിനകത്ത് അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബ്ലേഡ് ഷേപ്പിലുള്ള ഡിസൈൻസ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ വിഷ്ബോൺ സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ മൾട്ടി ലിങ്ക് 5 സ്റ്റേജസ് ആണ് വരുന്നത്. വളരെ യാത്രാസുഖമുള്ളൊരു വണ്ടിയാണ്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസ്ക് ബ്രേക്സ് ആണ് വാഹനത്തിനകത്തുള്ളത്. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് BYD ഡിസൈൻ എല്ലാ വാഹനങ്ങളിനകത്തുള്ളതാണ്. ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് മിറേഴ്സ് കാണാം. നമുക്ക് അതും ഇതിന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ് ഡിസൈൻ എന്നാണ്. അതായത് നമുക്ക് വെള്ളത്തുള്ളിൽ ഡിസൈനിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ക്യാമറ കാണാം. 360 ഡിഗ്രിക്ക് വേണ്ടി ഉള്ളതാണ്. പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഫ്ലഷ് ഹാൻഡിൽസ് ആണ് വരുന്നത്. ഫ്ലഷ് ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ, നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കാണ് വരുന്നത്. ഇത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ സാധാരണ പ്രീമിയം കാർസിൽ കാണാറുണ്ട്. ഡിസൈൻ്റെ ഭാഗമായിട്ടും വരും. പക്ഷേ ഇത് കൂടുതൽ എയറോഡൈനാമിക്കലാകാൻ വേണ്ടി, അതായത് വിൻഡ് വന്ന് തട്ടി അതുപോലെ റെസിസ്റ്റൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു സംഭവം വരുന്നത്. നമുക്ക് അങ്ങനെ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് അടയ്ക്കേണ്ടി വരും. എന്നെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ആ സംഭവം അകത്തേക്ക് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വാഹനത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സൺറൂഫ് ഇല്ല. അതല്ല എന്നെ അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സൺറൂഫിന് പകരം ഇത് ഫുള്ള് ഗ്ലാസ് ആണ്. ഗ്ലാസ് അല്ല, ഫൈബറാണ് കേട്ടോ. അതായത് നമുക്ക് മുകളിൽ നോക്കി അകത്തേക്ക് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ അകത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അത്രയും ഈ ഫുൾ ഏരിയയും
ഈ പറയുന്ന പോലെ ഒരു ഫൈബർ ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ പോകുന്ന സമയത്ത് നക്ഷത്രങ്ങളൊക്കെ കണ്ട് മനോഹരമായിട്ട് പോകും. അതുപോലെ സിൽവർ പ്ലേറ്റഡ് ആയിട്ടാണ് വരുന്നത്, UV പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ വെയിലും നോയിസും ഒന്നും അകത്തേക്ക് കടക്കത്തില്ല. വളരെ പ്ലാൻഡ് ആയിട്ട് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു റൂഫാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ബാക്ക് പ്രൊഫൈൽസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് ഡോട്ട് മെട്രിക്സ് ആയിട്ട് വരുന്ന LED ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും സ്കൈയെയും അതുപോലെ തന്നെ ഓഷ്യനെയും സൂചിപ്പിക്കുന്നു. ഇതുപോലെ BYDയുടെ ലോഗോയും നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. BYD സീൽ എന്ന് കാണാൻ പറ്റും. ഇത് BYD സീലിൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുകളിലേക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണുള്ളത്. അത് ഇത് രണ്ട് ലുക്കിൽ ഒരുപോലെയാണ് ഇരിക്കുന്നത്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന സമയത്ത് ആ വാഹനം ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ല. ഇതിൻ്റെ ബാറ്ററി റേഞ്ചിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ചാർജിൽ 650 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പറയുന്നത്. അപ്പം നമുക്ക് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് 15 മിനിറ്റ് ചാർജ് ചെയ്ത് 200 കിലോമീറ്റർ പോകാനും ഈ ഒരു വാഹനത്തെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഈ ഒരു പ്രീമിയം എന്ന് പറഞ്ഞ വേരിയൻറ്റിനകത്ത് 82.5 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഈ പ്രീമിയത്തിനകത്തും അതുപോലെ പെർഫോമൻസിനകത്തും അത്രയും തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന് ഒരു താഴെ ഒരു മോഡലുണ്ട്. ആ ഒരു ഡൈനാമിക് എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറയുന്നത് ശരിക്കും BYD ആറ്റോ 3 60 കിലോവാട്ടിൻ്റെ ബാറ്ററീസാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ബാറ്ററിയെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ 310 ഹോഴ്സ് പവർ ആണ് വണ്ടിക്കകത്ത് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം നമുക്ക് സീറ്റ്സ് ഒക്കെ ഭയങ്കര ലെതററ്റ് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ്. ഫ്രണ്ടിൽ 2 സീറ്റ്സും ഈ പറയുന്ന വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ്. അതുപോലെ നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സീറ്റ് തന്നെ ബാക്കിലേക്ക് മാറിക്കൊടുക്കും. പിന്നെ മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിയിലേക്ക് കാർ വരും. അതുപോലെ നമുക്ക് 8 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ പോഷാണ്. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ലെതറിലാണ് ഇത് സംഭവം ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്തും വളരെ പ്രീമിയം ആയിട്ട് വരുന്ന ലെതർ സ്റ്റിച്ചിങ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡോർ ട്രിമിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വശത്തെ ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് കാണാം. ഡൈന ഓഡിയോ അവരാണ്, അതായത് 12 സ്പീക്കേഴ്സാണ് വരുന്നത്. വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിയോ സിസ്റ്റംസ് ആണ് ഡൈനയാണ് ഇതിന് ഓഡിയോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാറിൻ്റെ ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അകത്തും നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് കയറിയിരിക്കാം. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. കണ്ട ഒരു വെള്ളത്തുള്ളിയുടെ ഒക്കെ ഒരു മ്യൂസിക്കാണ്. ആ ഓഷ്യൻ തീം എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം ഏറ്റവും വലിയ ഒരു സ്ക്രീൻ, 15 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീനാണുള്ളത്. അപ്പോൾ എല്ലാ ഈ പറയുന്ന BYDയുടെ എല്ലാ വാഹനങ്ങളുടെ സ്ക്രീൻ നമുക്ക് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് മാറ്റാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകാനും നമുക്ക് ഉള്ള സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ സിസ്റ്റം ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഫ്ലോട്ടിംഗ് സ്ക്രീനാണ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ 2 സ്ക്രീൻസ് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര റിച്ച് ലുക്കാണ്. ഇതാണ് BYDയുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. ഇതിനകത്ത് അഡാസ് കൺട്രോൾസ് വരുന്നുണ്ട്. അതാണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു അഡാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡാസ് നമുക്ക് ടോട്ടലി ഓഫ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു കാറുകളിൽ അങ്ങനെ ടോട്ടലി ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വരുമ്പം ടോട്ടലി ഓഫ് ചെയ്തൊക്കെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള കൺട്രോൾസ് ആണ് കേട്ടോ. ഇതിനകത്തെല്ലാം മറ്റേ റോളറായിട്ട് വരുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. അത് ഭയങ്കര നല്ല രസമുണ്ട് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അകത്തും ഒരു ഓഷ്യൻ കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്രേ, അതുപോലെ തന്നെ ഒരു ബ്ലൂയിഷ് ഗ്രേ, അങ്ങനെ ഒരു കളർ തീമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീക്ക് മെത്തോളജിയിലുള്ള തൊയ്മസ് എന്ന് പറയുന്ന ഒരു ദേവൻ്റെ ഒരു പേരാണ് ഈ ഒരു കളേഴ്സിനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്ന വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 മൊബൈൽ ഫോൺസ് അറ്റ് എ ടൈമിൽ നമുക്ക് വയർലെസ്ലി ചാർജ് ചെയ്യാം. ഇത് ഇന്ത്യയിൽ വേറൊരു വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് ക്രിസ്റ്റലായിട്ട് വരുന്ന ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നോബാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഈ പറയുന്ന ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ ഡോപ്ലെറ്റ് ഡിസൈനാണ്. അതായത് ഒരു കടലിൻ്റെ ഡിസൈനിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ മോഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഓട്ടോ ഹോൾഡിൻ്റെയും അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, വണ്ടിയുടെ ട്രാക്ഷന്, പിന്നെ അതുപോലെ വാഹനത്തിൻ്റെ മോഡുകൾ നമുക്ക് മാറ്റാം. എക്കോ, സ്പോർട്സ്, നോർമൽ, ഇങ്ങനെ 3 മോഡുകളാണ് നമുക്ക് വാഹനം നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വശത്ത് വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതായത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഇവിടെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വാഹനത്തിൻ്റെ കീ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ AC-യുടെ വെന്റുകളും കാര്യങ്ങളൊക്കെ കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലൗ ബോക്സ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ റൂഫിലേക്ക് വരുന്ന സമയത്താണ് ഇവിടെ വാനിറ്റി മിററുള്ള ഇതാണ്. അതിന് ലൈറ്റ്സ് കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ ഇവിടെ IRBM നമുക്ക് ഓട്ടോ IRBM അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ നമ്മൾ ടച്ചിൽ വർക്ക് ചെയ്യുന്ന
ടച്ച് മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന മൂഡ് ലൈറ്റിങ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ പിന്നെ റൂഫിന്റെ കാര്യം നേരത്തെ പറഞ്ഞു കേട്ടോ, അപ്പുറത്തേക്ക് നേക്കഡ് ആണ്, നമുക്കെല്ലാം കാണാണ്ട് പറ്റും. പക്ഷെ എന്നാൽ വെയിൽ അടിക്കുകയില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആക്സസറി ആയിട്ട് ഇതിനകത്ത് ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ബ്ലൈൻഡ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്രണ്ടിലെ കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഗൂഗിളിന്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻ ചെയ്യും. അപ്പോൾ സിമ്മും കൂടെ വന്നു കഴിഞ്ഞാൽ ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാറായിട്ട് ഇത് മാറും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിന് ഇന്റീരിയർ ആയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോകാം. അപ്പോൾ BYDയുടെ ഈ സീലിന്റെ സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു സെഡാൻ ആണെന്ന് പറഞ്ഞല്ലോ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കണ്ട് ഇത് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ആണെങ്കിൽ പോലും ഇത് ഇച്ചിരി ഉയർന്നായിരിക്കുന്നത്. അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ഈ സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിംഗ് സീറ്റ്സ് എന്ന് പറയുന്നത് സ്പോർട്ടി ആയിട്ടുള്ള ഗെയിമിംഗ് സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, പ്യുവർ ലെതറാണ് ഈ സംഭവത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു ഫീല് പറയാം. പ്രത്യേകിച്ച് ഈ ഗ്ലാസ് ഇങ്ങനെ കവേർഡ് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഓപ്പൺ ഫീലാണ്. അപ്പോൾ രാത്രിയൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രസം, നക്ഷത്രങ്ങളെ കൊണ്ട് കണ്ട് അങ്ങനെ നമുക്ക് പോകാണ്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുണ്ട്, ഈ ലൈറ്റ്സ് ഒക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എല്ലാം ടച്ച് ആയിട്ടാണ് പറയുന്നത്. പൊതുവേ സാധാരണ ഒരു വാഹനങ്ങളിൽ നമ്മൾ അങ്ങനെ പൊതുവേ ടച്ചിൽ ലൈക്ക് അതായത് ഈ ലൈറ്റിന്റെ ഗ്ലാസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഈ പറയുന്ന സെൻസിറ്റിവിറ്റി മാറും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഗ്രാബ് റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് വരുമ്പോൾ സ്റ്റിച്ചിങ്ങുകളെല്ലാം ബ്ലൂ കളേഴ്സിലാണ് വരുന്നത്. ഒരു ഓഷ്യൻ്റെ തീം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഹെഡ് റെസ്റ്റുകൾ 3 ഹെഡ് റെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വശത്തേക്ക് വരുവാണെങ്കിൽ ബോട്ടിൽ ഹോൾഡേഴ്സും ഉണ്ട്. വളരെ 3 പേർക്ക് വളരെ സുഭിക്ഷമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AC വെന്റുകളൊക്കെ നമുക്ക് ബാക്കിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൺ ചാർജ് ചെയ്യാനുള്ള അതിനൊരു അടപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീ പോട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫയൽ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് ഈ ഒരു സീറ്റ്സിന്റെ ബാക്കിൽ. അതും കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് തന്നെ വെക്കാം. പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു ബെഡാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത പറയാം, ഇതിന്റെ ബാറ്ററിയും അതുപോലെ തന്നെ ഷാസിയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. അതായത് ഈ താഴെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറില്ലേ, ഈ ഫ്ലോർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ബോഡിയുടെ ഫ്ലോർ അല്ല, ആ ബാറ്ററിയുടെ ഫ്ലോർ തന്നെയാണ്, അല്ലെ ബാറ്ററിയുടെ ടോപ്പ് കവറാണ് നമ്മുടെ ഈ ഒരു ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഒരു 10 കിലോ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇവരുടെ ബാറ്ററീസ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണ്. അതായത് ഗ്ലോബൽ എൻക്യാപ്പിലല്ല, അതിലും സ്ട്രിക്റ്റർ ആയിട്ടുള്ള യൂറോപ്യൻ എൻക്യാപ്പും ഓസ്ട്രേലിയൻ എൻക്യാപ്പിലുമാണ്. അതുപോലെ നെയിൽ ഫിൽട്രേഷൻ ടെസ്റ്റുകളൊക്കെ പാസ്സായതാണ്. വാഹനത്തിനകത്ത് നമ്മൾ ആണി അടിച്ചെന്ന് പറഞ്ഞാൽ ബാറ്ററിയൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അത്രയും സേഫർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തെക്കുറിച്ച് ആരും വിചാരിക്കേണ്ട, ചൈനീസ് ബ്രാൻഡാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന സമയത്തും 5 സ്റ്റാർ സുരക്ഷയിൽ വേൾഡിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വോൾവോയോട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഈ പറയുന്ന BYDയുടെ സീൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഇവിടെ ചെറിയൊരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വിച്ച് നമ്മൾ ഡിപ്രസ് ചെയ്യുമ്പോഴാണ് ഈ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 500 ലിറ്റേഴ്സോളം ഉണ്ട്, 480 ലിറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. വലിയ ബൂട്ട് സ്പേസ് ആണ്. അത് കൂടാതെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പഞ്ചർ റിപ്പയർ കിറ്റ് ആണ് വരുന്നത്. അഡീഷണൽ ടയേഴ്സ് ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, നമുക്ക് പഞ്ചർ നന്നാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ സബ് വൂഫേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് വാഹനത്തിന്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു മോട്ടർ ബേ അതും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ ഈ വാഹനം ടോപ്പാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 9ഓളം എയർ ബാഗുകളുണ്ട്. അതായത് ബാക്കിയുള്ള കുറേ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾസ് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും, കാരണം ഹൈഡ്രോളിക്കലി അസിസ്റ്റഡ് ആണ്. ഇതിൻ്റെ ഹുഡിലേക്ക് വരുന്ന സമയത്താണ് വളരെ പ്രീമിയം കാർസിലൊക്കെ കണ്ടിരിക്കുന്ന പോലെയാണ്. ഇതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള സംവിധാനങ്ങൾ ഇരിക്കുന്നത്. ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇവിടെ ആക്ച്വലി ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിൻ്റെയും താഴെയാണ് ഇതിൻ്റെ മോട്ടറും അതുപോലെ കൺട്രോളേഴ്സ് ഒക്കെ വരുന്നത്. ഒരു 50 ലിറ്ററിൻ്റെ ഒരു സ്പേസും കൂടെ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർമനന്റ് മാഗ്നസ് സിഗ്നസ് മോട്ടറാണ്. വളരെ പവർഫുൾ ആയിട്ടൊരു മോട്ടറാണ്. അതായത് 310 HP ആണ്. അതുപോലെ തന്നെ 360 Nm ടോർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വാഹനം എന്ന് പറഞ്ഞാൽ 3.9 സെക്കൻഡ്സിൽ 0 to 100 ഹീറ്റാവും. ഇത് ഏകദേശം 5.8 സെക്കൻഡ്സിലാണ് ഇത് ഹീറ്റാകുന്നത്. എല്ലാം ഭയങ്കര പെർഫോമൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഇനി ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു വാഹനത്തിന് വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44,50,50,000 രൂപയാണ് എക്സ്ഷോറൂം വരുന്നത്. 51 ലക്ഷത്തോളം രൂപയോളം വരും ഈ ഒരു വാഹനത്തിന്. ഒറ്റ ചാർജിൽ 650 കിലോമീറ്റർ, നേരത്തെ പറഞ്ഞ 15 മിനിറ്റ് ചാർജ് 200 കിലോമീറ്റർ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനം ഉള്ളത് നമ്മുടെ വൈറ്റ് ലൈനിലുള്ള BYDയുടെ ഷോറൂമിലാണ്. അവർ നമ്പേഴ്സ് ആണ് കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണേണ്ട ഒരു വാഹനമാണ്. അത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാല്യൂ ഫോർ മണിയാണ്.
10 ലക്ഷം കിലോമീറ്റർ നിസ്സാരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകും. കേരളത്തിൽ പോലും ഈ പറയുന്ന പോലെ BYD ആറ്റോ 2 ലക്ഷം ഓടിയ വാഹനങ്ങളുണ്ട്. അപ്പം എപ്പോഴും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമാണ്. നമ്മൾ നോക്കുന്ന ലോകത്തിലെ ഭീമന്മാരാണ്. അപ്പം ഒരു ചൈനീസ് ബ്രാൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കം ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.